പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നാളെ എന്ത് സംഭവിക്കുമെന്നോർത്തുകൊണ്ട് ഒത്തിരി വ്യക്തികൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇതാ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നു, നാളെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതലുള്ള തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു, നീ ആകുലപ്പെടുന്നത് കൊണ്ട് എന്താണ് നിനക്ക് മെച്ചം? നീ അന്വേഷിക്കേണ്ടത് ദൈവത്തെയും ദൈവകാര്യങ്ങളെയും കുറിച്ചാണ്, ബാക്കിയെല്ലാം നിനക്ക് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെടും. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവിടുന്ന് നമ്മളെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55:22 നിന്നെ പഠിപ്പിക്കുന്നു, നിന്റെ ഭാരം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ സന്തോഷം കെടുത്തുന്ന നാളെക്കുറിച്ചുള്ള ചിന്തയിൽ അമിതമായി അസ്വസ്ഥപ്പെടരുത്, ദൈവം നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തകൻ്റെ വചനം നിനക്കും എനിക്കും ആശ്വാസം നൽകട്ടെ. ആമേൻ.